ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയം കുറയും, ദേഷ്യം കുറയും, വെറുപ്പ് കുറയും, വൈരാഗ്യം കുറയും, പക കുറയും, പ്രതികാരം കുറയും, എല്ലാ നെഗറ്റീവും കുറയാൻ തുടങ്ങും. അതായത് അശുദ്ധതകൾ കുറയാൻ തുടങ്ങും. അശുദ്ധതകൾ കുറയാൻ തുടങ്ങും, അതായത് അപവിത്രത കുറയാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി പവിത്രത പൊങ്ങി വരും. സത്യത എവിടെയുണ്ടോ അവിടെ പവിത്രത ഉണ്ടാകും. ഇനി ഈ പവിത്രതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പവിത്രത എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെയും ശാന്തിയുടെയും ജനനിയാണെന്ന് പറയും, അമ്മയാണ്. പവിത്രത എവിടെയുണ്ടോ അവിടെ സുഖവും ശാന്തിയും ഉണ്ടാവുള്ളൂ. അപ്പൊ ആർക്ക് ദുഃഖവും അശാന്തിയും ഉണ്ടോ അതിന്റെ കാരണം മനസ്സിൽ കിടക്കുന്ന മാലിന്യങ്ങളാണ്. ഇത് നീക്കം ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ശാന്തി വരും. ഇതൊക്കെ തന്നെ നടക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ വിത്ത് മണ്ണിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചാൽ മതി, ബാക്കിയൊക്കെ തന്നെ നടക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സത്യതയിൽ ഉറച്ചു നിന്നാൽ മതി. ബാക്കി പവിത്രത തന്നെ വളർന്നോളും, ബാക്കി ശാന്തി തന്നെ വന്നോളും, സുഖം തന്നെ വന്നോളും. സുഖം എന്ന് വെച്ചാൽ ഇന്ദ്രിയ സുഖമല്ല, അതീന്ദ്രിയ സുഖം, ആന്തരിക സുഖമാണ്. നമ്മുടെ ആ ആന്തരിക സുഖം ശക്തമാകുന്നതിനനുസരിച്ച് ഈ ഭൗതിക ലോകത്തിന് പിന്നാലെ സുഖം തേടിയുള്ള യാത്ര നമ്മൾ കുറച്ചു കൊണ്ടുവരും. ഇന്ന് ഇത്രയും മനുഷ്യര് ഇത്രയും ഭക്ഷണത്തിന്റെ വെറൈറ്റി ഭക്ഷണത്തിന്റെ പിന്നാലെ പോകാൻ കാരണം എന്താ? പണ്ടൊക്കെ പൊറോട്ടയോ ഇറച്ചി കഴിക്കാം, ഇപ്പൊ പാൽ പൊറോട്ട, കുഴിപ്പൊറോട്ട, അല്ലേ? അതായത് അത് നേരിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇതിനെ വീണ്ടും വെച്ചിട്ട് പാലൊഴിച്ചിട്ട് പുഴുങ്ങി എന്തൊക്കെയാ എടുക്കുന്നത്? ടേസ്റ്റ്, വെറൈറ്റി ടേസ്റ്റ്, വ്യത്യസ്ത വിവിധ ഇനം രുചികൾ വേണം. പട്ടത്തെ ഒന്നും പോരാ, കുറച്ചുകൂടെ ലഹരി വേണം അതിനുവേണ്ടി. അപ്പോ എന്തുകൊണ്ടാ ഇത്രയും സുഖത്തിന്റെ എത്രയും രോഗങ്ങൾ വരുത്തും അറിയാം, എന്നിട്ടും എന്റെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാ? സുഖം വേണം. അതേസമയം ഞാൻ ആത്മാവാണ്. ഈ സംഭവങ്ങളെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് അത് വേണം, ഇത് വേണം, അത് കഴിക്കണം, കുടിക്കണം, ഇന്നയാളിനെ കാണണം, എല്ലാം തന്നെ ഭൗതിക ലോകത്തിനെ നമുക്ക് സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആശ്രയിക്കുന്ന സ്വഭാവം കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് തോന്നിയാലല്ലേ ഇതിന്റെയൊക്കെ പിന്നാലെ പോവുള്ളൂ, പോകേണ്ട ആവശ്യമുള്ളൂ. തോന്നാതിരുന്നാലോ നമുക്ക് വേണ്ട, തന്നെ ആരുടെ നിർബന്ധം കൊണ്ടല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് വ്രതമാണ് അതുകൊണ്ട് ഇന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല, അങ്ങനെയല്ല. എനിക്ക് അതിന്റെ ആവശ്യം തോന്നുന്നില്ല, അതിന് പകരം വേറെ സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അതാണ് സത്യത എവിടെയുണ്ടോ അവിടെ പവിത്രത ഉണ്ടാകും, പവിത്രതയുള്ളിടത്ത് ശാന്തി ഉണ്ടാകും, സുഖമുണ്ടാകും. അങ്ങനെ ആന്തരിക സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ആ സുഖത്തിന്റെ വൈബ്രേഷൻസ്